നമഃ ശിവായ. മഹാദേവന്റെ അനുഗ്രഹത്തോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആദ്യം ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ മനസ്സിനെ ശാന്തമാക്കാം. തുടർന്ന് മഹാദേവന്റെ ഒരു മനോഹരമായ പുരാണകഥയും പങ്കുവയ്ക്കാം. അതിനുശേഷം ഇന്നത്തെ വിഷയം വിശദമായി നോക്കാം. കണ്ണുകൾ ഒന്ന് മൃദുവായി അടയ്ക്കൂ. ഒരു ദീർഘശ്വാസം എടുക്കൂ. മഹാദേവന്റെ നാമം മനസ്സിൽ ഒരു പ്രാവശ്യം വിളിക്കൂ. ഓം നമഃ ശിവായ. ഇന്ന് നമ്മൾ കൃഷ്ണൻ എന്നൊരു ബാലന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഹിമാലയത്തിന് സമീപം ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ കൃഷ്ണൻ എന്നൊരു ബാലൻ താമസിച്ചിരുന്നു. അവൻ ദരിദ്രനായിരുന്നു, പക്ഷേ വളരെ ഭക്തനായിരുന്നു. അവന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം ഒരു ദിവസം മഹാദേവനെ നേരിൽ കാണണം എന്നായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടു കാരണം അവന് അകലെയുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും മഹാദേവനോടുള്ള അവന്റെ ഭക്തി വളരെ ആഴമേറിയതായിരുന്നു. അതിനാൽ അവൻ ഓരോ ദിവസവും ഒരു ചെറിയ കല്ല് എടുത്ത് അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിനു മുകളിൽ ഒരു പൂവ് വയ്ക്കുമായിരുന്നു. അതിനുശേഷം ആ കല്ലിനെ മഹാദേവനായി കരുതി ഭക്തിയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ചില കുട്ടികൾ അവനെ പരിഹസിച്ചു സംസാരിച്ചു. "നീ ഒരു കല്ല് വെച്ച് മഹാദേവനെ വിളിച്ചാൽ പ്രാർത്ഥനയാകുമോ?" കൃഷ്ണൻ പറഞ്ഞു, "ഞാൻ കല്ലില്ല പ്രാർത്ഥിക്കുന്നത്, എന്റെ ഹൃദയം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്." അന്ന് രാത്രി കൃഷ്ണൻ കരഞ്ഞുകൊണ്ട് ഉറങ്ങി. "മഹാദേവാ, എനിക്ക് നിന്നെ ഒന്ന് കാണാം, ഒരു നിമിഷം മാത്രം മതി." അർദ്ധരാത്രിയായപ്പോൾ കൃഷ്ണന്റെ കുടിലിൽ ഒരു മൃദുവായ പ്രകാശം നിറഞ്ഞു. അവൻ കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ഒരു സുന്ദരനായ ഭിക്ഷാടകനെ കണ്ടു. ഭിക്ഷാടകൻ ചോദിച്ചു, "കൃഷ്ണാ, നീ എന്തിനാണ് കരയുന്നത്?" കൃഷ്ണൻ പറഞ്ഞു, "എനിക്ക് എന്റെ മഹാദേവനെ കാണാം. പക്ഷേ ഞാൻ ഒരു ദരിദ്രനാണ്, എനിക്ക് മഹാദേവനെ കാണാൻ കഴിയുമോ?" ഭിക്ഷാടകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "മഹാദേവനെ കാണാൻ പണമോ ക്ഷേത്രമോ വേണ്ട. ഒരു സത്യസന്ധമായ ഹൃദയം മാത്രം മതി." ഭിക്ഷാടകൻ കൃഷ്ണന്റെ തലയിൽ കൈവച്ചു. അപ്പോൾ മുഴുവൻ കുടിലും പ്രകാശം കൊണ്ട് നിറഞ്ഞു. ഭിക്ഷാടകൻ തന്റെ യഥാർത്ഥ രൂപം കൃഷ്ണൻ കാണിച്ചു കൊടുത്തു. ജടയിൽ ഗംഗയും നെറ്റിയിൽ ചന്ദ്രനും കഴുത്തിൽ നീലകണ്ഠത്തിന്റെ തിളക്കവും ഉള്ള മഹാദേവന്റെ രൂപം. മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നീ ഓരോ ദിവസവും കഴുകിയ കല്ലിലും ഞാൻ ഉണ്ടായിരുന്നു. എന്നാൽ നിന്റെ കണ്ണുകൾ അത് കാണാതെ പോയി." കൃഷ്ണൻ സന്തോഷക്കണ്ണീരോടെ ചോദിച്ചു, "ഞാൻ എന്താണ് എന്റെ മഹാദേവന് തരേണ്ടത്?" മഹാദേവൻ പറഞ്ഞു, "നിന്റെ ഹൃദയം ശുദ്ധമാക്കി വെക്കുക, അതുമാത്രമാണ് എനിക്ക് വേണ്ടത്. അവിടെ ഞാൻ എപ്പോഴും വസിക്കും. എനിക്ക് എന്റെ ഭക്തന്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം." അങ്ങനെ പറഞ്ഞ് മഹാദേവൻ പ്രകാശമായി മാറി. കൃഷ്ണൻ ആ പ്രകാശം ഹൃദയത്തിൽ നിറഞ്ഞതായി അനുഭവിച്ചു. അന്നു മുതൽ ഗ്രാമത്തിലെ എല്ലാവരും പറഞ്ഞു, "മഹാദേവൻ ദരിദ്രന്റെ വീട്ടിൽ വന്ന രാത്രി." കഥ പറയുന്ന സത്യം: മഹാദേവനെ കാണാൻ വലിയ യാഗങ്ങൾ വേണ്ട, വലിയ ക്ഷേത്രങ്ങൾ വേണ്ട. ഒരു സത്യസന്ധമായ ഹൃദയം മാത്രം മതി.